പ്രിയ വിദ്യാർത്ഥികളെ, 7ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും വിശകലനങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സമയം 2 മണിക്കൂർ 15 മിനിറ്റ്. ഈ 15 മിനിറ്റ് സമാശ്വാസ സമയമാണ്. അതായത് ചോദ്യങ്ങൾ മുഴുവൻ വായിക്കുക, ഏതെല്ലാം ചോദ്യങ്ങൾക്ക് എങ്ങനെ ഉത്തരം എഴുതണം, ഏതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഈ സമയം നന്നായി ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കണം. 6 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ മതിയാകും. എല്ലാ ഉപചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. ഇവിടെ ഒരു ഖണ്ഡിക നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ പ്രവർത്തനം വായിക്കാം എഴുതാം എന്നുള്ളതാണ്. ഓരോ വിളവിലെയും നെല്ലിൽ ഒരു ഭാഗം അടുത്ത കൊല്ലം വിതയ്ക്കുന്നതിനായി കൃഷിക്കാർ വിത്തായി നീക്കിവെക്കുന്നു. വിത്തിന് കരുതുന്ന നെല്ല് പൊടിയും പതിരും പാറ്റിക്കളഞ്ഞ് ഉണക്കി സൂക്ഷിക്കുന്നു. കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിലെ കടുപ്പമുള്ള മണ്ണിളക്കിയാണ് അടുത്ത കൃഷി ആരംഭിക്കുന്നത്. 1-2 മഴ പെയ്ത് തറയ്ക്ക് ഈർപ്പം കിട്ടുമ്പോൾ, ഈർപ്പം എന്ന് പറഞ്ഞാൽ നനവ് കിട്ടുമ്പോൾ മണ്ണിളക്കുന്ന പണി തുടങ്ങുന്നു. മഴ ഉണ്ടായില്ലെങ്കിൽ സമീപത്തുള്ള കുളങ്ങളിലെയോ പുഴകളിലെയോ വെള്ളം ചാലുകളിൽ കൂടി തിരിച്ചുവിട്ട് വയലുകൾ നനയ്ക്കാറുണ്ട്. നുകവും കലപ്പയും വെച്ച് കെട്ടിയ കന്നുകാലികളെ നടത്തി നിലം ഉഴുതു മണ്ണിളക്കുകയാണ് പതിവ്. ചില പ്രദേശങ്ങളിൽ കടുപ്പം കൂടിയ മണ്ണ് തൂമ്പ കൊണ്ട് കിളച്ച് മറിച്ചതിന് ശേഷം ഉഴവ് നടത്തുകയുള്ളൂ. ഇങ്ങനെ മണ്ണിളക്കി കട്ടയുടച്ച് നിലമൊരുക്കി കഴിഞ്ഞാൽ വിതയ്ക്കുന്ന കാലമായി. ചാണകപ്പൊടിയും ചാരവും വിത്തും കൂട്ടിക്കലർത്തി അതിൽ നിന്ന് ഓരോ നുള്ളു വീതം തുടരെ ഉഴവ് ചാലിലിട്ട് മണ്ണുകൊണ്ട് മൂടുന്നു. സാധാരണയായി മീനം മേടം മാസങ്ങളിലാണ് കൃഷിക്ക് ഇപ്രകാരം വിത്തു വിതയ്ക്കുന്നത്. ചോദ്യം എ. വിതയ്ക്കാനുള്ള നെല്ല് സൂക്ഷിക്കുന്ന വിധം ഏതാണ്? 4 ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട്. 4 ഉത്തരങ്ങൾ ABCD എന്ന പ്രകാരം കൊടുത്തിട്ടുണ്ട്. ശരിയായ ഉത്തരം മാത്രം എടുത്ത് പരീക്ഷാ പേപ്പറിൽ എഴുതിയാൽ മതിയാകും. എ. പൊടിയും പതിരും പാറ്റിക്കളഞ്ഞ് ഉണക്കി സൂക്ഷിക്കുന്നു. അപ്പം ആശയം ഗ്രഹിച്ച് വായിച്ചാൽ നമുക്കത് കൃത്യമായിട്ടുള്ള ഉത്തരം ഇവിടെ ഉണ്ട്. അതിൻ്റെ ഒരു തരത്തിലും ഇതിൻ്റെ മാർക്ക് നഷ്ടപ്പെട്ടു പോകാൻ വേണ്ടി പാടുള്ളതല്ല. ഉത്തരങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ബി. പത്തായത്തിലടച്ച് സൂക്ഷിക്കുന്നു. സി. നനച്ച് മുണ്ടിൽ കെട്ടി സൂക്ഷിക്കുന്നു. ഡി. പാടങ്ങളിൽ സൂക്ഷിക്കുന്നു. കുട്ടികൾക്ക് വളരെ ഒരു പ്രത്യേകത കാണുന്നതാണ്. ഏതെങ്കിലും ഒന്നിന് കുത്തുക, ഏതെങ്കിലും ഒന്ന് എടുത്ത് എഴുതി വെക്കുക, അങ്ങനെയല്ല. വായിച്ച് ശരിക്കും മനസ്സിലാക്കി 1, 2, 3 പ്രാവശ്യം കൂടെ ആവർത്തിച്ച് വായിച്ച് മനസ്സിലാക്കിയ ശേഷം വേണം വിതയ്ക്കാനുള്ള നെല്ല് സൂക്ഷിക്കുന്നത് എന്നുള്ള വാക്യം വരുന്ന രീതിയിലുള്ള പ്രസ്താവന എവിടെ എന്താ കൊടുത്തിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കണം. ബി. മഴ ഉണ്ടായില്ലെങ്കിൽ സമീപമുള്ള കുളങ്ങളിലെയോ പുഴങ്ങളിലെയോ വെള്ളം ചാലുകളിൽ കൂടി തിരിച്ചുവിട്ട് വയൽ നനയ്ക്കാറുണ്ടെന്ന് കൊടുത്തിട്ടുണ്ടല്ലേ. തന്നിരിക്കുന്ന വരിയുടെ ആശയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? വയലുകൾക്കടുത്താണ് പുഴ. കൃഷിക്ക് വെള്ളം അത്യാവശ്യമാണ്. പുഴയിലും കുളത്തിലും വെള്ളമുണ്ട്. വെള്ളം ചാലുകളിൽ കൂടി ഒഴുകുന്നു. ഇവിടെ കൃഷിക്ക് വെള്ളം ആവശ്യമായതുകൊണ്ടാണ് അടുത്ത പ്രദേശങ്ങളിൽ നിന്ന് അത് ഉത്തരം ബി ആണ് വരുന്നത്. ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട്. അതുപോലെ ഉത്തര സൂചകങ്ങളും വളരെ വിശദമായിട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പോസ് ചെയ്ത് നിർത്തി നോക്കി വിശദമായിട്ട് പഠിച്ച് നോട്ട് ബുക്കിൽ എല്ലാവരും എഴുതിയെടുത്ത് വീണ്ടും ഒരു പ്രാവശ്യം കൂടി പരീക്ഷ എഴുതണം എന്നുള്ളതാണ്. പരീക്ഷ അങ്ങനെ എഴുതി പഠിച്ചാൽ മാത്രമേ കുട്ടികൾക്ക് എളുപ്പത്തിൽ പരീക്ഷയെ പേടിയില്ലാതെ സമീപിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. രക്ഷിതാക്കളും അത് ശ്രദ്ധിക്കണം. സി. മീനം മേടം മാസങ്ങളിലെ വിതയിൽ വിത്തിനൊപ്പം ചേർക്കുന്നത് എന്താണ്? ABCD കൊടുത്തിട്ടുണ്ട്. ചാണകപ്പൊടിയും ചാരവും, മണലും ചാരവും, ചാണകപ്പൊടിയും പച്ചിലവും ചാരവും. ഡി. മഴ പെയ്യുമ്പോൾ മണ്ണിളക്കുന്ന പണി ആരംഭിക്കും. മഴ കൊണ്ട് മണ്ണിനുണ്ടാകുന്ന ഗുണം എന്താണ്? മണ്ണിൻ്റെ വളക്കൂറ് വർദ്ധിക്കുന്നു, കല്ലുകൾ തെളിഞ്ഞു വരുന്നു, മണ്ണിൻ്റെ കാഠിന്യം കുറയുന്നു, മണ്ണിൽ വെള്ളം കെട്ടി നിർത്താൻ സാധിക്കുന്നു. ABCD വായിച്ച് ഉത്തരം കറക്റ്റായിട്ട് എഴുതാം. ഉത്തരങ്ങൾ നൽകിയത് ശ്രദ്ധിക്കുക. 2ാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതിലും ABC ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. തിന വിതച്ചാൽ തിന കൊയ്യും. പക്ഷികൾക്ക് നൽകുന്ന ഒരു വിത്താണ് തിന. വിന വിതച്ചാൽ വിന കൊയ്യും. വിന എന്ന് പറഞ്ഞാൽ നാശം, അപകടം എന്നിങ്ങനെയുള്ള അർത്ഥമാണ്. ഗ്രാമത്തിന് ഐശ്വര്യമേകുന്ന കാർഷിക പ്രവൃത്തികൾ ഗ്രാമശ്രീകൾ എന്ന പാഠങ്ങളിൽ നമ്മൾ പരിചയപ്പെട്ടു. തന്നിരിക്കുന്ന പഴഞ്ചൊല്ല് വിശകലനം ചെയ്ത് ഗ്രാമശ്രീകൾ എന്ന പാഠഭാഗത്തിലെ ആശയങ്ങളുമായി ബന്ധപ്പെടുത്തി എഴുതുക. തിന വിതച്ചാൽ തിന കൊയ്യും എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്താൽ കൃഷിയിൽ നിന്ന് നല്ല ഉൽപ്പാദനം, ശരിയായ ഉൽപ്പന്നം നമുക്ക് ലഭിക്കും. അതായത് വിന വിതച്ചാൽ വിനയാണ് കൊയ്യാൻ പറ്റുന്നത്. കള വിതച്ചാൽ കള കൊയ്യും, അല്ലേ? എ സെക്ഷൻ്റെ ചോദ്യം ഉത്തരം നോക്കാം. ദേശക്കുമ്മാട്ടികളുടെ കാര്യത്തിൽ ആദ്യത്തെ ചോദ്യം തിന വിതച്ചാൽ തിന കൊയ്യും, വിന വിതച്ചാൽ വിന കൊയ്യും എന്നതിനെ കുറിച്ചുള്ള വിശകലനം ചെയ്ത് ഗ്രാമശ്രീകൾ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെടുത്തി എഴുതുക എന്നുള്ളതാണ്.
ബി. ദേശക്കുമ്മാട്ടികളുടെ കാര്യത്തിൽ ശരിയായ പ്രസ്താവന ഏത്? ആശാന്മാരുടെ നേതൃത്വത്തിൽ പോയി മുഖങ്ങൾ ഒരുക്കി ചായം കൊടുക്കും. പർപ്പടകപ്പുല്ല് ചെറുപ്പക്കാർ തലേദിവസം ശേഖരിക്കും. മൂന്നാമത്തെ ഉത്തരം കാഴ്ചക്കാരുടെ സാന്നിധ്യത്തിൽ കുമ്മാട്ടി വേഷം കെട്ടും. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നല്ല ഒരു പഠനം ആവശ്യമാണ് എന്നുള്ളതാണ് ഇപ്രാവശ്യത്തെ പരീക്ഷയിൽ നമുക്ക് മനസ്സിലാവുന്നത്. നന്നായിട്ട് ആശയം ഗ്രഹിച്ച് ചിലതെല്ലാം കാണാതെ പഠിച്ചൊക്കെ ഉത്തരം എഴുതേണ്ടതുണ്ട്. വരും കാലങ്ങളിൽ വലിയ ക്ലാസ്സുകളിലൊക്കെ GK പഠിക്കുമ്പോഴൊക്കെ അതിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ PSC പരീക്ഷകൾ പോലുള്ള ഇതുപോലുള്ള ചോദ്യങ്ങളാണ് വരിക. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പഠിച്ച് തുടങ്ങിയെങ്കിൽ മാത്രമാണ് നമുക്കത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആശാന്മാരുടെ നേതൃത്വത്തിൽ പോയി മുഖങ്ങൾ ഒരുക്കി ചായം കൊടുക്കുന്നുണ്ടോ? പർപ്പടകപ്പുല്ല് ചെറുപ്പക്കാർ തലേദിവസം ശേഖരിക്കുന്നുണ്ടോ? കാഴ്ചക്കാരുടെ സാന്നിധ്യത്തിലാണോ കുമ്മാട്ടി വേഷം കെട്ടുന്നതൊക്കെ നോക്കാം. ABCD 4 ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട്. 1, 3 ശരി, 1, 2 ശരി, 2, 3 ശരി, 3 മാത്രം ശരി. 1, 2 ശരി. 1, 2 എന്താ? ആശാന്മാരുടെ നേതൃത്വത്തിൽ പോയി മുഖങ്ങൾ ഒരുക്കി ചായം കൊടുക്കും. പർപ്പടകപ്പുല്ല് ചെറുപ്പക്കാർ തലേദിവസം തന്നെ ശേഖരിക്കും. അപ്പോൾ 1, 2 ശരി എന്നുള്ളതാണ് ശരിയായ ഉത്തരം. കാര്യകാരണ ബന്ധം നോക്കി ശരി ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ്. കാര്യം 14 ദിവസം മഞ്ഞിലും വെയിലിലും ഇട്ട് ഉണക്കുന്നു. കാരണം വിത്തിന് സ്വാഭാവിക പ്രതിരോധ ശേഷി ഉണ്ടാകുവാൻ. അപ്പോൾ ഉത്തരം നൽകിയിരിക്കുന്നു നോക്കാം. ABCD. കാര്യം ശരി, കാരണം ശരി. കാര്യം തെറ്റ്, കാരണം ശരി. കാര്യം തെറ്റ്, കാരണം തെറ്റ്. കാര്യവും കാരണവും ഭാഗികമായി തെറ്റ്. അങ്ങനെയുള്ള ഉത്തരങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവിടെ ഉത്തരം A ആണ് ശരി. കാര്യം ശരി, കാരണവും ശരി. 14 ദിവസം മഞ്ഞിലും വെയിലിട്ട് വിത്ത് ഉണങ്ങാറുണ്ട്. വിത്തിന് സ്വാഭാവിക പ്രതിരോധ ശേഷി ഉണ്ടാകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഇത് പാഠഭാഗം വായിച്ച് ശരിക്കും പഠിച്ചാൽ മാത്രമേ ഈ ഉത്തരം നമുക്ക് കണ്ടെത്തി എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാതെ 4 ഉത്തരത്തിൽ ഏതെങ്കിലും ഒന്ന് കറുപ്പിച്ചോ അല്ലെങ്കിൽ ശരിയിട്ടോ അല്ലെങ്കിൽ എടുത്തെഴുതിയാലോ തെറ്റിപ്പോകാനും മാർക്ക് കുറയാനും ഗ്രേഡ് മാറാനൊക്കെ ഒത്തിരി സാധ്യതകളുണ്ട്. അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധയോടെ പാഠഭാഗങ്ങൾ അവധി ദിവസങ്ങളിലും സമയം കിട്ടുമ്പോഴൊക്കെ ധാരാളം പ്രാവശ്യം വായിക്കണം. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. 3A 3B അതിലവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. 2 ചോദ്യങ്ങൾ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം എഴുതിയാൽ മതിയെന്ന്. ഒന്ന് നോട്ടീസാണ്, ഒന്ന് പോസ്റ്ററാണ് ഉണ്ടാക്കേണ്ടത്. നോട്ടീസ് എന്തിനെ പറ്റിയാണ്? വായിക്കാം. വിദ്യാലയത്തിലെ കാർഷിക ക്ലബിൻ്റെ നേതൃത്വത്തിൽ ശാസ്ത്രീയ വിത്ത് പരിപാലനം എന്ന വിഷയത്തിൽ കുട്ടികൾക്കായി അവബോധ ക്ലാസ്, അവയർനെസ് ക്ലാസ് സംഘടിപ്പിക്കുന്നു. കൃഷി ഓഫീസറാണ് ക്ലാസ് നയിക്കുന്നത്. തലക്കെട്ട്, തീയതി, സമയം, കാര്യപരിപാടി, പങ്കെടുക്കുന്നവർ എന്നിവ ഉൾപ്പെടുത്തി നോട്ടീസ് തയ്യാറാക്കുക. ഇതിലൊന്നും വിടരുത്. തലക്കെട്ട് എഴുതി കഴിയുമ്പോൾ തലക്കെട്ടിൻ്റെ അടിയിൽ ഒരു വരയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും തലക്കെട്ട് എഴുതി കഴിഞ്ഞു. തീയതി എഴുതുക, സമയം എഴുതുക, കാര്യപരിപാടി എഴുതുക. ഇനി ക്ലാസ് നയിക്കുന്നത് കൃഷി ഓഫീസർ. അയാൾക്കൊരു സാങ്കല്പിക പേരൊക്കെ കൊടുക്കാം കുട്ടികൾക്ക്. മേലെയുള്ള നോട്ടീസിൻ്റെ മേലെ എന്താണ് കാർഷിക ക്ലബിൻ്റെ നേതൃത്വം ചെറിയൊരു ഫോണ്ടിൽ എഴുതിയിട്ട് ശാസ്ത്രീയ വിത്ത് പരിപാലനം നല്ല വലിപ്പത്തിൽ ഫോണ്ട്, വലിയ വലിപ്പമുള്ള ഫോണ്ട് ഉപയോഗിക്കുക. ലേ ഔട്ട് കൊടുക്കുക. കർഷകൻ വിത്ത് വിതയ്ക്കുന്നതോ അല്ലെങ്കിൽ ട്രാക്ടർ കൊണ്ട് ഉഴുന്നതായിട്ടുള്ളൊക്കെ ചിത്രങ്ങളൊക്കെ നിങ്ങളുടെ ഭാവനയിൽ വരുന്ന രീതിയിലുള്ള കാർട്ടൂൺ ചിത്രമാകാം. അതുമല്ലെങ്കിൽ സാധാരണ കൃഷിയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ ഏതെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു ലേ ഔട്ടൊക്കെ വേണം. ഒരു പശ്ചാത്തല ചിത്രമൊക്കെ കൊടുത്തിട്ടും ചെയ്യാം. നോട്ടീസിൽ കൃത്യമായിട്ടുണ്ടാവേണ്ടത് കാര്യപരിപാടി പങ്കെടുക്കുന്നവർ എന്നൊക്കെ ഉൾപ്പെടുത്തുക. സാധാരണയായിട്ട് കാര്യപരിപാടിയിൽ പങ്കെടുക്കുന്നവർ നമുക്കറിയാം വാർഡ് മെമ്പർ ഉണ്ടാവും, ചിലപ്പോൾ പ്രസിഡന്റ് ഉണ്ടാവും, ചിലപ്പോൾ വിശിഷ്ട വ്യക്തി ഉണ്ടാവും. അവിടെ വിശിഷ്ട വ്യക്തി എന്ന് പറഞ്ഞാൽ കൃഷി ഓഫീസറാണ്. പിന്നെ ആശംസകളുണ്ടാവും, HMൻ്റെ സാന്നിധ്യം, മറ്റ് പിന്നെ ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്നവർ, പ്രധാനപ്പെട്ടവരൊക്കെ എഴുതി, പിന്നെ നന്ദി പ്രകാശനം, സ്വാഗതം, അതൊക്കെ ഉൾപ്പെടുത്തി വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. 3B പോസ്റ്റർ ഉണ്ടാക്കാനാണ്. ഓണക്കാലത്ത് നമ്മുടെ നാട്ടിലെ നാടൻ കലാസംഘം കുമ്മാട്ടിക്കളി സംഘടിപ്പിക്കുകയാണ്. കുമ്മാട്ടിയെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പരിപാടിയുടെ വിശദാംശങ്ങൾ പങ്കുവെച്ചുകൊണ്ട് തലക്കെട്ട്, പോസ്റ്റർ, വാചകം, തീയതി, സമയം, സ്ഥലം, പശ്ചാത്തല ചിത്രം എന്നിവ ഉൾപ്പെടുത്തി പോസ്റ്റർ തയ്യാറാക്കുക. മറന്നു പോകണ്ട, നേരത്തെ സൂചിപ്പിച്ചത് തലക്കെട്ട് എഴുതി കഴിയുമ്പോൾ തലക്കെട്ടിനടി വരയിടുക. പോസ്റ്റർ, വാചകം എഴുതുക. എല്ലാവരും സംബന്ധിക്കുക, എല്ലാവർക്കും സ്വാഗതം എന്നൊക്കെ ഉള്ളതായിരിക്കുമല്ലോ. കുമ്മാട്ടിക്കളി സംഘടിപ്പിക്കുന്നു, നാടൻ കലാസംഘം ആണ്. അപ്പോൾ നാടൻ കലാസംഘത്തിന് കുമ്മാട്ടിക്കളിയുടെ വേദിയിലേക്ക് സ്വാഗതം, കാഴ്ചക്കാർക്ക് സ്വാഗതം, അങ്ങനെയൊക്കെ എഴുതാം. തീയതി, സമയം, സ്ഥലം, പശ്ചാത്തല ചിത്രം എന്നിവയൊക്കെ ഉൾപ്പെടുത്തുക. പശ്ചാത്തല ചിത്രം ഇവിടെ കുമ്മാട്ടിക്കളി ആയതുകൊണ്ട് പർപ്പടക പുല്ലൊക്കെ കെട്ടിയ ഏതെങ്കിലും ഒരു മുഖം മൂടിയിട്ട അങ്ങനെ വരയ്ക്കാൻ സാധിക്കും. പാഠപുസ്തകത്തിൽ തന്നെ ചിത്രങ്ങളൊക്കെ ഉണ്ടല്ലോ. അടുത്തത് 4A 4B ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. 2 നൽകിയിട്ടുണ്ട്. വിശകലനക്കുറിപ്പും കുറിപ്പും. വിശകലനക്കുറിപ്പ് എന്താ? വിത്ത് സംരക്ഷിക്കുന്നതിൽ ചെറുവയൽ രാമൻ്റെ രീതികൾ മാതൃകാപരമാണ്. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ അദ്ദേഹം വിത്ത് സൂക്ഷിക്കുന്ന വിധം, വിതയ്ക്കുന്ന വിധമൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ മാതൃകാപരമാണോ എന്നുള്ളത് മാതൃകാപരമാണ് എന്ന് എഴുതിക്കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതുക.
കുട്ടികളെ ഇവിടെ രക്ഷിതാക്കളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പാഠഭാഗം നല്ലൊരു അവബോധം ഉണ്ടെങ്കിൽ മാത്രമാണ്. അതുകൊണ്ട് വീണ്ടും വീണ്ടും ഞാൻ അപേക്ഷിക്കുകയാണ്, പാഠഭാഗം നന്നായി വായിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു. അടുത്തത് കുറിപ്പ്. വിത്ത് ഒരു അത്ഭുതമാണ്. പരമ്പരാഗത രീതിയിൽ വിത്ത് ശേഖരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്ത് കൃഷി ചെയ്യുന്നതിലെ മെച്ചങ്ങളും പരിമിതികളും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ പരമ്പരാഗത രീതിയിൽ വിത്ത് ശേഖരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന വിധത്തെപ്പറ്റിയും ചെറുവയൽ രാമൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ഉൾപ്പെടുത്തുക. വിത്തൊരു അത്ഭുതമാണ് അല്ലേ, കൃഷി ചെയ്യുന്നതിലെ മെച്ചങ്ങളും പരിമിതികളും. ഇപ്പോൾ നമുക്കറിയാം മഴ, കാറ്റ്, അതുപോലെ തന്നെ ലാഭം കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് വരൾച്ച വന്നാലൊക്കെ ഈ കൃഷി ചെയ്യുന്നതിലെ മെച്ചങ്ങൾ നമുക്ക് ചിലപ്പോൾ നഷ്ടമായേക്കാം. ധാരാളം പരിമിതികളുണ്ട്. കാലാവസ്ഥ, പ്രളയം, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം പരിമിതികളും കൃഷി ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ടുണ്ട്. പിന്നെ വില കുറവ് ലഭിക്കുന്നത്, പിന്നെ നിലവില്ലാത്തത്, ഇതൊക്കെയുണ്ട്. അപ്പോൾ താരതമ്യം ചെയ്ത് ഒന്ന് കുറിപ്പ് തയ്യാറാക്കാം. 5ാമത്തെ ചോദ്യം ഉത്തരം നൽകിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വായിച്ചു നോക്കി വീണ്ടും ഞാൻ പറഞ്ഞ പ്രകാരം പരീക്ഷാ പേപ്പർ എടുത്ത് പരീക്ഷ എഴുതി തന്നെ ആവണം. ആദ്യം നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുക്കുക, വീണ്ടും സ്വന്തം ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വീണ്ടും ഒരിക്കൽ കൂടി പരീക്ഷ എഴുതി നോക്കുക. 5ാമത്തത് വിവരണം തയ്യാറാക്കുക. നിലമറിഞ്ഞ് വിത്ത് വിതയ്ക്കണം. വിത്ത് എന്ന മഹാത്ഭുതം എന്ന പാഠത്തിൽ വിവിധയിനം കൃഷി രീതികൾ നമ്മൾ പരിചയപ്പെട്ടു. നമുക്ക് പരിചയമുള്ള കൃഷിയുമായി ബന്ധപ്പെട്ട വിത്ത് ശേഖരണം, സൂക്ഷിക്കൽ, നടീൽ രീതി, പരിപാലനം എന്നിവ വിശദീകരിച്ചുകൊണ്ട് വിവരണം തയ്യാറാക്കുക. പ്രിയ കുട്ടികളെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതെല്ലാം പുസ്തകത്തിൽ അതിൻ്റെ ഉത്തരങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇനിയും താമസിച്ചിട്ടില്ല, നമുക്കിത് വീണ്ടും ഈ ഉത്തരങ്ങൾ ടീച്ചർ നൽകിയിരിക്കുന്നവർ നോക്കി ഉത്തരം എഴുതി പഠിച്ച് വീണ്ടും എങ്ങനെ ഒരു പാഠത്തെ സമീപിക്കണം, പുസ്തകത്തെ എങ്ങനെ സമീപിക്കണം എന്നുള്ളത് ഒന്നുകൂടെ ഉറപ്പിക്കുക മനസ്സിൽ. ഓക്കെ. ചോദ്യം 6 ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. ചോറ് എന്നാണ് മോഹനകൃഷ്ണൻ കാലടി എഴുതിയ ഈ കവിതയുടെ പേര്. വിതയ്ക്കാൻ ആളെ കിട്ടിയില്ല, വിതച്ചത് കൊയ്യാനും, കൊയ്ത്ത് കാണാൻ വരുന്നില്ല കൊറ്റി എന്ന് പറഞ്ഞാൽ കൊക്കുകൾ. വരമ്പത്ത് കൊഴിഞ്ഞ വേദനകൾ പെറുക്കാൻ കുനിഞ്ഞില്ല വെയിൽ. മെതിക്കാൻ ആളെ കിട്ടിയില്ല, മെതിച്ചത് പാറ്റാനും, കൊത്തിപ്പെറുക്കാനും കൊത്തിപ്പാറാനും എത്തി നോക്കിയില്ല കോഴികൾ. ഇവിടെ ഒരു നിരാശയുണ്ട്. ഈ കൃഷി ചെയ്യുമ്പോൾ ലഭിക്കുന്ന മെച്ചങ്ങളെപ്പറ്റി ആ കർഷകന് കൃത്യമായ ഒരു ധാരണയില്ലാത്തൊരവസ്ഥയുണ്ട്. ഒന്നിനും ആളെ കിട്ടാത്തൊരവസ്ഥയുണ്ട്. ഇതൊക്കെ കൃഷിയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്, പരിമിതികളാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഗ്രാമശ്രീകൾ എന്ന കവിതയിൽ കൃഷിയെയും ഗ്രാമത്തിൻ്റെ ഐശ്വര്യമായ കർഷകരെയും പരിചയപ്പെട്ട് ഈ ചോറ് എന്ന കവിതയിലെ കൃഷി അനുഭവങ്ങളായി അവ ബന്ധപ്പെടുത്തി ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ഗ്രാമശ്രീകളിൽ പറയുന്നുണ്ട്, ഈ വയൽ ചെളിയിൽ താഴ്ത്തുന്ന വിരൽ തുമ്പുകളിലാണ് നാടിൻ്റെ നന്മ ഇരിക്കുന്നതെന്നും ഏത് വിശ്വവിദ്യാലയത്തിൽ നിന്നാണ് നിങ്ങൾ കൃഷി പഠിച്ചത്, ഏത് അധ്യാപകനാണ് നിങ്ങളെ പഠിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നല്ല നല്ല വരികളുണ്ട്. അപ്പോൾ നല്ല വരികൾ ഉൾപ്പെടുത്തുക. പിന്നെ ഈ കൃഷി ചെയ്താൽ ഉള്ള മെച്ചങ്ങൾക്ക് ധാരാളം പറയാം. ശരിയാണല്ലേ, നാടിൻ്റെ ഒരു ഐശ്വര്യം തന്നെയാണ് കൃഷി ഒരു സംസ്കാരമാണ്. അപ്പോൾ അത് ഉത്തരങ്ങളൊക്കെ ആസ്വാദനക്കുറിപ്പൊക്കെ ചെറിയൊരു മോഡൽ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ കൂട്ടിച്ചേർക്കലുകളൊക്കെ നടത്തി വീണ്ടും പാഠഭാഗം ധാരാളം വായിക്കൂ. വീണ്ടും ഒരു നല്ല പരീക്ഷ എഴുതുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. മേ ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.